ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡൂക്യോപനിഷത്ത് അടുത്ത കാരികയാണ് 12ാമത്. നാത്മാനം ന പരാംശ്ചൈവ ന സത്യം നാപി ചാനർത്ഥം പ്രാജ്ഞ കിഞ്ചന സംവേത്തി തുര്യം തത്സർവദൃക്സദാ. കഥം പുനഃ കാരണബദ്ധത്വം പ്രാജ്ഞസ്യ തുര്യേവ തത്വഗ്രഹണ അന്യഥാഗ്രഹണ ലക്ഷണോ ബന്ധോ ന സിദ്ധ്യതേ ഇതി. പതിനൊന്നാമത്തെ കാര്യം പറഞ്ഞു. പ്രാജ്ഞ കാരണബദ്ധസ്തു, പ്രാജ്ഞൻ കാരണബദ്ധനാണെന്ന് പറഞ്ഞു. കാരണാവസ്ഥയിലാണ് പ്രാജ്ഞൻ. അവിടെ തുര്യനിലാണെങ്കിലോ ആ കാര്യകാരണങ്ങളൊന്നുമില്ല. അത് വിശദീകരിക്കുകയാണ്. കഥം പുനഃ കാരണബദ്ധത്വം പ്രാജ്ഞസ്യ, ആ പ്രാജ്ഞനിൽ എങ്ങനെ കാരണബദ്ധത്വം വന്നു? തുര്യൈവ തത്വ അഗ്രഹണ അന്യഥാഗ്രഹണ ലക്ഷണം ബദ്ധോന സിദ്ധ്യതി. തുര്യനിൽ എന്തുകൊണ്ട് അന്യഥാഗ്രഹണവും അഗ്രഹണവും ഇതിലും തുര്യനിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇവിടെ തുര്യൻ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി അടുത്ത് പറയുകയാണ്. യസ്മാത് ആത്മവിലക്ഷണം അവിദ്യാബീജപ്രസൂതം ബാഹ്യം ദ്വൈതം പ്രാജ്ഞോ ന കിഞ്ചന സംവേത്തി യഥാ വിശ്വതൈജസു. ആത്മവിലക്ഷണമായിരിക്കുന്ന അനാത്മാവായിരിക്കുന്ന എന്താണ് ദ്വൈതം? അതെങ്ങനെയുള്ള ദ്വൈതം? അവിദ്യാബീജപ്രസൂതം, അവിദ്യയാകുന്ന ബീജത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. വിദ്യയാകുന്ന ബീജത്തിൽ നിന്ന് ഉത്പന്നമായതാണ്. എന്താണ്? അനാത്മവസ്തുക്കൾ. അതെന്താണ്? ബാഹ്യം ദ്വൈതം. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണർന്നു കാണുന്ന ദ്വൈതം, ബാഹ്യമായി അനുഭവപ്പെടുന്ന ദ്വൈതം, അത് അവിദ്യാകാര്യമാണ്. അത് ചിത്തസ്പന്ദനമാണ്, അവിദ്യാകാര്യമാണ് എന്നെല്ലാം മുമ്പ് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ജാഗ്രത സ്വപ്നങ്ങളിലെ ഈ ദ്വൈതം പ്രാജ്ഞ ന കിഞ്ചന സംവേത്തി യഥാ വിശ്വ തൈജസ്. പ്രാജ്ഞന് അല്പം പോലും അറിയുന്നില്ല. അതാണ് പ്രാജ്ഞന്റെ സവിശേഷത. അനാത്മബോധം പ്രാജ്ഞനില്ല. വിശ്വനും തൈജസ്സിനും അതുണ്ട്. തതശ്ചാസൗ തത്വ അഗ്രഹണേന തമസ അന്യഥാഗ്രഹണ ബീജഭൂതേന ബദ്ധോ ഭവതി. പ്രാജ്ഞനും ബദ്ധനാണ്. പ്രാജ്ഞൻ എങ്ങനെ ബദ്ധനായിരിക്കുന്നു? തത്വാഗ്രഹണം. അതിനാണ് നമ്മൾ അജ്ഞാനം, അവിദ്യ, അറിവില്ലായ്മ, ശൂന്യം എന്നെല്ലാം പറയുന്നത്. അതാണ് തത്വാഗ്രഹണം. അതാണ് തമസ്, വിരള്. അതാണ് അന്യഥാഗ്രഹണത്തിന് ബീജഭൂതമായിരിക്കുന്നു. അന്യഥാഗ്രഹിക്കുക, തന്നെ അന്യഥാഗ്രഹിക്കുക. തുര്യനെ വിശ്വനായും തൈജസ്സനായും ഗ്രഹിക്കുക. അതാണ് അന്യഥാഗ്രഹണം, മറുതരത്തിൽ ഗ്രഹിക്കുക. ആ അന്യഥാഗ്രഹണത്തിന് ബീജമായിരിക്കുന്നത് എന്താണ്? തമസ്. അത് തത്വാഗ്രഹണം, ഒന്നും ഗ്രഹിക്കാതിരിക്കുക. സുഷുപ്തിയിലെ അനുഭവം എന്താണ്? ഒന്നും അറിയുന്നില്ല. അത് തത്വാഗ്രഹണം. ഒന്നും അറിയുന്നില്ല, തന്നെയും അറിയുന്നില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അന്യഥാഗ്രഹണം, പലതിനെ അറിയുന്നു. ഈ അന്യഥാഗ്രഹണത്തിന്, ജാഗ്രത സ്വപ്നത്തില് ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? സുഷുപ്തിയിലെ അഗ്രഹണമാണ്. അങ്ങനെ സുഷുപ്തിയിലും ആ പ്രാജ്ഞൻ ബദ്ധനായിരിക്കുന്നു. ജാഗ്രതത്തിൽ വിശ്വ തൈജസ്സന്മാർ ബദ്ധന്മാരായിരിക്കുന്നു. ഈ അവസ്ഥ എല്ലാ ജീവന്മാർക്കും പരിചയമുള്ളതാണ്.
അത് ബന്ധമാണോ മോക്ഷമാണോ എന്ന് തിരിച്ചറിയില്ലെങ്കിലും അഗ്രഹണവും അന്യഥാഗ്രഹണവും എല്ലാവർക്കും അറിയാം. ശാസ്ത്രം ബോധിപ്പിക്കാതെ തന്നെ അറിയാം. പക്ഷെ അത് ബദ്ധാവസ്ഥയാണ് എന്ന് പറയുകയാണ്. പരമാർത്ഥം എന്താണ്? ഇതാണെങ്കിൽ യസ്മാ തുരീയം തത് സർവദൃക് സദാ തുരീയാദന്യസ്യ അഭാവ സർവദാ സദൈവേദി സർവഞ്ച സദാ ഏവേദി ഭവതി സർവഞ്ച തദ്ദൃക് ചേതി സർവദൃക് തസ്മാന്ന തത്വ അഗ്രഹണലക്ഷണം ബീജം തത്ര. തുര്യനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇതാണ് നമ്മുടെ അനുഭവം. അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. സുഷുപ്തിയും നമ്മുടെ അനുഭവമാണ്, ജാഗ്രത സ്വപ്നങ്ങളും അനുഭവമാണ്, എല്ലാ ജീവന്മാരുടെയും അനുഭവം. അങ്ങനെയാണെങ്കിലും തുരീയം തത് സർവദൃക്, തുര്യൻ എന്ന് പറഞ്ഞാൽ സർവദൃക്കാണ്. സർവദൃക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അർത്ഥം എന്താണ്? സർവത്തെയും ദർശിക്കുന്നവൻ. ദൃക്കെന്ന് വെച്ചാൽ ദർശിക്കുന്നവൻ, സർവത്തിനെയും കാണുന്നവൻ, സർവത്തിനെയും അറിയുന്നവൻ, അല്ലെങ്കിൽ സർവത്തിനും സാക്ഷിയായിരിക്കുന്നവൻ എന്നൊക്കെ പറയാം. അതാണ് അതിന്റെ സാമാന്യമായ അർത്ഥം, നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം. പക്ഷെ ഭാഷ്യകാരൻ കൂടെ അർത്ഥമെന്ന് പറയുന്നു. കാരണം ഇവിടെ അദ്വൈതമാണ് പറയുന്നത്. സർവത്തെയും കാണുന്നവൻ, സർവത്തിന് സാക്ഷിയായിരിക്കുന്നു. ആത്മാവിനെ കുറിച്ച് സാധാരണ പറയാറുണ്ടല്ലോ, സാക്ഷിയാണ്. ഇങ്ങനെ പറയുന്നിടത്തൊരു പോരായ്മയുണ്ട്. അദ്വൈതത്തിന്റെ നിലയിലൊരു പോരായ്മയുണ്ട്. എന്താണ്? സർവത്തിന് സാക്ഷിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സാക്ഷിക്ക് മുമ്പിൽ സർവവും. ഇവിടെ അദ്വൈതമാകുന്നില്ല. സാക്ഷിയും സാക്ഷിയുടെ ദൃശ്യവുമുണ്ട്. അദ്വൈതം വന്നു. തുര്യൻ അല്ലാതെ മറ്റൊന്നിനെ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ദ്വൈതമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത് അങ്ങനെയും വ്യാഖ്യാനിക്കും. നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സാക്ഷ്യഭാവനയെക്കുറിച്ചെല്ലാം പറയുന്നത്. അദ്വൈതത്തിൽ പറയും. ഈ ശരീര, ഇന്ദ്രിയ, മനോബുദ്ധികളിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്റെ സ്വരൂപത്തെ ഇതിനെല്ലാം സാക്ഷിയായി ഭാവന ചെയ്യാൻ പറയും. അതൊരു ഉപാസനാ മാർഗമാണ്. ഇവിടെ അതല്ല. ഇവിടെ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഉപാസനയ്ക്കുള്ള ഉപായത്തെയല്ല. എല്ലായിടത്തും അത് മനസ്സിലാക്കണം. എല്ലായിടത്തും തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ബോധിച്ചില്ലെങ്കിൽ ഉടനെ ഉപാസനയ്ക്കുള്ള ഉപായം പറയും. ഇവിടെ അത് തന്നെ പറയും തുടർന്ന്. ആദ്യം അതല്ല, പരമാർത്ഥത്തെ പറയുകയാണ്. പരമാർത്ഥം എല്ലാവർക്കും ബോധിക്കുക എളുപ്പമാണ്. കാരണം പരമാർത്ഥം വളരെ അനായാസമാണ്. അതുകൊണ്ടാണ് ബോധിക്കാത്തത്. പ്രയാസമായതുകൊണ്ടല്ല. എല്ലാവർക്കും വേണ്ടതെന്നാണ്? പ്രയാസമുള്ളത് വേണം. ഇത് അനായാസമായതുകൊണ്ട് ഇത് ബോധിക്കത്തില്ല. മനസ്സിൽ തള്ളിക്കളെ. അതുകൊണ്ടിവിടെ പരമാർത്ഥ തത്വത്തെ ആദ്യം പറയുകയാണ്. തത് സർവദൃക് സദാ. അത് സർവദൃക്കാണ്. സർവത്തെയും കാണുന്നവനെന്നല്ല. എന്തുകൊണ്ട്? തുര്യാദ് അന്യസ്യ അഭാവ. ഈ തുര്യനിൽ നിന്ന് അന്യമായി എന്തെങ്കിലും ഉണ്ടായാലേ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെ താൻ സാക്ഷിയായി നിന്ന് ബാക്കിയുള്ളതിനെയൊക്കെ കാണും? നമ്മൾ ധരിച്ചിരിക്കുന്ന അതാണ് ജ്ഞാനമെന്ന്. നമ്മളൊരു പുതിയ ജ്ഞാനത്തെ സമ്പാദിച്ചിട്ട് ആ ജ്ഞാനം കൊണ്ട് ഈ ലോകത്തെയൊക്കെ കാണുന്നു. അങ്ങനെയാണ് ജ്ഞാനി ഇവിടെ ജ്ഞാനമെന്നാണ് ഇവിടെ പറയുന്നു. തുര്യനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല.
ഇല്ലാതിരിക്കെ തുര്യൻ ഏത് ജ്ഞാനത്തെ സമ്പാദിച്ചിട്ടാണ് ഈ ലോകത്തെ കാണുന്നത്? അപ്പോൾ തുര്യന് സമ്പാദിക്കാനായിട്ടൊരു ജ്ഞാനമില്ല, തുര്യന് കാണാനായിട്ടൊരു ലോകമില്ല. അതുകൊണ്ടെന്താണ് അത് എപ്പോ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? താൻ അജ്ഞനാണെന്ന് കരുതുമ്പോഴും ഇനി ഒരാൾ ജ്ഞാനത്തെ പ്രാപിച്ചു എന്ന് കരുതുമ്പോൾ സ്വന്തം അനുഭവമല്ല, നമ്മൾ വേറൊരാളെ കുറിച്ച് പറയുന്നു, അയാൾ ജ്ഞാനിയാണ്, ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ജ്ഞാനിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എല്ലാം നമ്മൾ സങ്കല്പിക്കുമ്പോഴും സ്വയം അജ്ഞനാണെന്ന് കരുതുമ്പോഴും അതാണ് സർവദാ സദാ ഏവേദി ഭവതി. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം എന്താണ്? സർവം ച ദൃക്ത. അത് സർവവുമായിരിക്കുന്ന ദൃക്കാണ്. അല്ല, സർവത്തിനെയും ദർശിക്കുന്ന ദൃക്കല്ല, സർവവുമായിരിക്കുന്ന ദൃക്ക്. നമ്മൾ പറയാണ് ജ്ഞാനിയുടെ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ കരുതുകയാണെങ്കിൽ പരമാവധി നമുക്ക് സങ്കല്പിക്കാവുന്ന ഇതാണ് സർവവുമായിരിക്കുന്ന ദൃക്ക്. അതാണ് തുര്യൻ. സർവവുമായിരിക്കുന്ന ദൃക്കെന്ന് പറയുമ്പോൾ എന്താണ്? ദൃക്കിൽ നിന്ന് അന്യമായിട്ട് സർവവുമില്ല. ദൃക്ക് സ്വയം സാക്ഷിയായി നിന്ന് മറ്റൊന്നിനെ സാക്ഷ്യമാക്കാൻ ഇവിടെയില്ല. സാക്ഷിക്ക് ഭാഷ്യമായി, സാക്ഷി ഭാഷ്യം എന്ന് പറയും, അങ്ങനെ ഒന്നില്ല ഇവിടെ. ആ സാക്ഷിയിൽ നിന്ന് തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല, സർവവും ആ ദൃക്ക് തന്നെ. അതാണ് തുര്യന്റെ പരമാർത്ഥ സ്ഥിതി, അതാണ് പരമാർത്ഥ തത്വം, അതാണ് സർവം ച തദ്ദൃക് ചേതി സർവദൃക്, അതാണ് സർവദൃക്. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അനായാസമായതുകൊണ്ട് പ്രയാസപ്പെടുന്നു. കാരണം നമുക്കിഷ്ടമുള്ളത് എന്താണ്? വളരെ കഠിനമായ കാര്യങ്ങളാണ് നമുക്കിഷ്ടമുള്ളത്, വളരെ അഭ്യാസങ്ങളിലൂടെയൊക്കെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ. അതെല്ലാം നല്ലത് തന്നെയാണ്, ശ്രേഷ്ഠമാണ്. പക്ഷെ ഇവിടെ ഇപ്പോ തുര്യനെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അതൊന്നുമല്ല വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സഹജ സമാധി എന്ന് പറയുന്നത്. സഹജമായ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിരിക്കുന്നതാണ്, യത്നത്തിന്റെ ഫലമായി വരുന്നതല്ല സഹജ സമാധി എന്ന് പറയുന്നത്. അത് തുര്യന് സഹജമായിരിക്കുന്നതാണ്, തുര്യന്റെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് സഹജ സമാധി എന്ന് പറയുന്നത്. നമ്മൾ യത്നിക്കുന്ന എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? നിരോധ സമാധിക്ക് വേണ്ടിയിട്ടാണ്. നിരോധ സമാധിക്ക് പ്രയത്നം വളരെ ആവശ്യമാണ്. പലതിനെയും നിരോധിക്കണം, സർവത്തെയും നശിപ്പിക്കണം, മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം നഷ്ടപ്പെടണം. എന്നാലേ നിരോധ സമാധി പ്രാപിക്കാൻ പറ്റും. വളരെ ക്ലിഷ്ടമായ വഴിയാണത്. പക്ഷെ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിരോധിച്ച് പ്രാപിക്കും. ആ നിരോധ സമാധിയിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രപഞ്ച വിസ്മരണം. എന്തുകൊണ്ട്? പ്രപഞ്ചത്തെ നമ്മൾ സത്യമായി കരുതുന്നു. പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നവർക്ക് മാത്രമേ നിരോധ സമാധി ഉള്ളൂ. കാരണം പ്രപഞ്ചം സത്യമായിരിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിരോധിക്കുന്നു. എന്തുകൊണ്ട്? സത്യമായ പ്രപഞ്ചം തന്നെ ശല്യപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, അതുകൊണ്ട് നിരോധിക്കുന്നു. നിരോധിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് മോശമെന്നല്ല പറയുന്നത്, അതൊരു മാർഗം തന്നെ. പക്ഷെ അതിനാദ്യം പ്രപഞ്ചത്തെ സത്യമായി തന്നെ കാണണം.
എന്തിന്? സത്യമായ പ്രപഞ്ചമില്ലെങ്കിൽ പിന്നെ എന്തിനു നിരോധിക്കും? പിന്നെ നിരോധിക്കാനൊന്നുമില്ല. അസത്യത്തെ എന്തിനു നിരോധിക്കണം? ഇവിടെ അസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവം ചത് ദൃക്ച. ആ ദൃക്കിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. സർവവും ആ ദൃക്ക് തന്നെ. സർവവും ദൃക് എന്ന് വന്നാൽ പിന്നെ അവന് നിരോധിക്കാനൊന്നുമില്ല. സർവവും ദൃക്കാണെന്നുള്ള ആ ബോധം വന്നു കഴിഞ്ഞാൽ, അത് ബോധിച്ചാൽ, ആ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിരോധിച്ച് പ്രാപിക്കേണ്ട സമാധിയില്ല. നിരോധത്തെക്കുറിച്ച് ഇവിടെ തന്നെ പറയും പിന്നീട്. ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ആ ദൃക് തുര്യൻ, തുര്യം തത് സർവദൃക് സദാ. ആ തുര്യൻ സർവദൃക്കാണ്. സർവവും തുര്യനായി തന്നെ നിൽക്കുന്നു. അവിടെ തുര്യന്റെ സ്ഥിതി സഹജമായിരിക്കുന്നു. നമ്മൾ നിരാശപ്പെടുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തതുകൊണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? നമ്മുടെ പ്രയത്നം കൊണ്ട് പ്രപഞ്ചം വിസ്മരണം നമുക്ക് സംഭവിക്കുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? സർവ പ്രതീക്ഷകളെയും സർവയത്നങ്ങളെയും നിരാകരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? സർവവും ആ ദൃക്ക് തന്നെയാണ്. അത് നമ്മളെ ശ്രുതി ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് ന കർമ്മണ പ്രജയ ധനേന. ആദ്യം പറയുന്നത് എന്താണ്? കർമ്മം. നിന്റെ യത്നം കൊണ്ടൊന്നും ഈ സഹജ സമാധി സാധ്യമല്ല. തീർച്ചയായും നിന്റെ യത്നം കൊണ്ട് നിരോധ സമാധി സാധ്യമാകും. പരിശ്രമിക്കുക. മുറിക്കകത്ത് വാതിലും അടച്ചിരിക്കുക, എന്നിട്ട് അഭ്യസിക്കുക. നിരോധ സമാധി സാധ്യമാകും. സഹജ സമാധിക്കാണെങ്കിലോ മനസ്സിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ആർക്ക്? ശ്രുതിക്ക്. നമ്മൾ മനസ്സിന് ഒരുപാട് വാതിലുകൾ വെച്ച് ഒരുപാട് സാക്ഷിയൊക്കെ ഇട്ട് ബലമായിട്ട് അടച്ചിരിക്കുകയാണ്. അതടച്ചാലേ നമുക്ക് ഈ യത്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ നിലനിർത്താൻ പറ്റും. അതിനകത്തിരുന്നുകൊണ്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അപ്പോൾ വെളിച്ചം ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കും. നമ്മൾ സാധാരണ അതാ ചെയ്യുന്നു. ശ്രവണത്തിന് നമ്മുടെ മനസ്സിന് നമ്മൾ തുറന്നു കൊടുക്കത്തില്ല. വാസ്തവത്തിൽ ഇത്രയും ഇവിടെ ആവശ്യമുള്ളൂ. നമ്മുടെ മനസ്സിനെ നമ്മൾ തുറന്നു കൊടുക്കുക. പരമാർത്ഥം ബോധിക്കാൻ അത് മാത്രം മതി. ശ്രുതി പറയുന്നത് ഗ്രഹിക്കാൻ. ഈ മനസ്സിനെ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആലങ്കാരികമായ ഭാഷയിൽ പറയുകയാണ്. നമ്മുടെ എല്ലാ ധാരണകളെയും വിട്ടുകളയുക. നമ്മൾ ആർജിച്ചിരിക്കുന്ന സർവ്വ അറിവുകളെയും വിട്ടുകളയുക. അതാണ് മനസ്സിന്റെ തുറന്നിടലെന്ന് പറയുന്നത്. അവിടെ പരമാർത്ഥം ബോധിക്കും. അതാണ് ഇത് അനായാസം എന്ന് പറയുന്നത്. അതിന് ശ്രമത്തിന്റെ ആവശ്യമില്ല. ശ്രുതി നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മളതിന് സന്നദ്ധനായ മാത്രം മതി. നമ്മളെന്താ ചെയ്യുന്നത്? അതിനെ ചെറുക്കുകയാണ്. ശ്രുതിയുടെ അനുഗ്രഹത്തെ നമ്മൾ ചെറുക്കുന്നു. എന്താണ് ചെറുക്കുന്നത്? നമ്മുടെ മനസ്സ് തന്നെ. എന്തുകൊണ്ട് ചേർക്കുന്നു? നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട്, നമ്മുടെ ധാരണകളെ കൊണ്ട്, നമ്മുടെ പ്രതീക്ഷകളെ കൊണ്ട്, സർവോപരിയായി നമ്മുടെ യത്നങ്ങളെ കൊണ്ട് അതിനെ ചേർക്കുന്നു. ഇതെല്ലാം നിന്നാ മതി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? അത് സർവത്തെയും ദർശിക്കുന്നവനല്ല, സർവവുമായിരിക്കുന്ന ദ്രഷ്ടാവാണ്. അവനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട്
എന്താണ് ഭാഷ്യകാരൻ പറയുന്നത്? വളരെ സൂക്ഷ്മമായി അതിനെ കൂടെ വിശദീകരിക്കുകയാണ്. നിങ്ങളെന്ത് ചെയ്യുന്നു? അജ്ഞാനിയായിരുന്നുകൊണ്ട് ജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു. പരിശ്രമിച്ച് നേടുന്നതോ വിപരീത ജ്ഞാനങ്ങൾ, തത്വാഗ്രഹണവും അതിനെ തുടർന്ന് വരുന്ന അന്യഥാഗ്രഹണവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ജാഗ്രത്, സ്വപ്നം എന്നുള്ള നിലയ്ക്കും സുഷുപ്തി എന്നുള്ള നിലയ്ക്കും മാത്രമല്ല. ഇനി വരുന്ന ഭാഗത്തും പറയും. ആ തത്വാഗ്രഹണം അത് ജാഗ്രതത്തിലുമുണ്ട്. അന്യഥാഗ്രഹണം ഇവിടെ വളരെ സ്പഷ്ടമാണ്. ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തത്വാഗ്രഹണവും അന്യഥാഗ്രഹണവും സംഭവിക്കുന്നു. നമ്മൾ അറിവിനെ ആർജിക്കുന്നതിലൂടെ, ഇച്ഛയെ നിലനിർത്തുന്നതിലൂടെ, പ്രയത്നങ്ങളെ തുടരുന്നതിലൂടെ. ശ്രുതി എന്താ പറയുന്നത്? അത് സർവദൃക്കാണ്. തുര്യൻ സർവദൃക്കാണ്. അവൻ സർവവുമായിരിക്കുന്നവനാണ്. സർവവുമായിരിക്കുന്ന ആ തുര്യനിൽ അഗ്രഹണമില്ല. എപ്പോ ഇല്ല? പറയുന്നു സർവദാ സദായേവ. അതാണ് നിത്യമുക്തൻ എന്ന് പറയുന്നത്. സദാ മുക്തനായി തന്നെ ഇരിക്കുന്നു എന്നാണ് നമ്മളെ ബോധിപ്പിക്കുന്നത്. എന്നാലും സ്വയം അജ്ഞനാണെന്ന് ധരിച്ചുകൊണ്ട് മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു. ഇവിടെയാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. ശ്രുതി ഒരിക്കലും നമ്മെ ബോധിപ്പിക്കുന്നില്ല എന്താണ് നീ അജ്ഞനാണ് എന്ന് ബോധിപ്പിക്കുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്? സർവദൃക്കാണ്. സർവവുമായിരിക്കുന്ന നീയാണ് എന്നാണ്. അതാണ് പരമാർത്ഥം. അത് ശ്രുതിയിൽ നിന്ന് തന്നെ ബോധിപ്പിക്കണം. ഇനി ഭാഷ്യകാരൻ പറയും പരമകാരുണികനായ ഗുരുവിൽ നിന്ന് തന്നെ അത് ബോധിക്കണമെന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ. തുടക്കത്തിലത് പറഞ്ഞു, ഗുരുവാക്യവും ശ്രുതിയും ഒന്ന് തന്നെ, രണ്ടല്ല. രണ്ട് ശബ്ദങ്ങളല്ല, ഒന്ന് തന്നെ. അതാ അങ്ങനെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. സർവദൃക്കായിരിക്കുന്ന ഈ തുര്യനിൽ തത്വാഗ്രഹണമില്ല. അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പ്രയത്നങ്ങൾ, ഇതാണ് അജ്ഞാനത്തെ സൃഷ്ടിക്കുന്നത്. പ്രയത്നം നിലനിൽക്കുന്നിടത്തോളം എന്താണ് അതിന് കാരണമായി അജ്ഞാനം നിൽക്കുന്നത്. ഇതാണ് പരമാർത്ഥം. തുര്യനിൽ നിന്ന് അന്യമായ ഒന്ന്, ഒരു അജ്ഞാനം, ഒരു പ്രപഞ്ചം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ മതി. തസ്മാന്ന തത്വാഗ്രഹണ ലക്ഷണം ബീജം തത്ര. തത്വാഗ്രഹണം എന്ന് പറയുന്ന ആ ബീജം അത് തുര്യനിൽ നിലനിൽക്കുന്നില്ല. ചിലർ പറയും അത് ജ്ഞാനിയിൽ കാണത്തില്ലായിരിക്കും, പക്ഷെ അജ്ഞാനിയിലുണ്ടല്ലോ. ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനി അജ്ഞാനി, അങ്ങനെ രണ്ട് സൃഷ്ടികളുണ്ടെന്നല്ല ഇവിടെ പറയുന്നു. അങ്ങനെ നിങ്ങൾ കൽപ്പിച്ചാൽ എന്തായി? അത് തന്നെ ദ്വൈതം. ജ്ഞാനി അജ്ഞാനി എന്ന് രണ്ടില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ. എന്താണ്? സർവാത്മകമായിരിക്കുന്ന അതുര്യൻ, അത് മാത്രമേ ഉള്ളൂ. അന്യമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ അജ്ഞാനി ജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിച്ച് ജ്ഞാനിയാകണമെങ്കിൽ എന്ത് വേണം? സ്വയം ആദ്യം അജ്ഞാനിയായി കൽപ്പിക്കണം, എന്നാലേ സാധ്യമാണ്. കാരണം അജ്ഞാനം സത്യമാണ്, തുര്യൻ മാത്രമാണ് സത്യം. അപ്പൊ നീ അജ്ഞാനിയായിരുന്നുകൊണ്ട് മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നെങ്കിൽ എന്ത് ചെയ്തു? നീ സ്വയം ആദ്യം നിന്നെ കൽപ്പിച്ച് അജ്ഞാനിയാക്കി. അങ്ങനെ ഒരു കൽപ്പനയെ, സ്വയം തന്നെ സൃഷ്ടിച്ച ഒരു കൽപ്പനയെ മാറ്റാൻ വേണ്ടി പിന്നീട് പരിശ്രമിക്കുന്നു. അതാണ് ജ്ഞാനിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊന്നും. ഇതൊന്നും പരമാർത്ഥമല്ല. തുര്യനിൽ നിന്നും അന്യമായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചത്.
ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു സർവവും ആണത് ദൃക്കമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ അവസാനം പറയും, നിങ്ങളുടെ വഴിക്ക് വരും. എന്താണ്? സർവത്തെയും കാണുന്ന ഒരു ദൃക്കുണ്ട്. ആ ദൃക്കിനെ നിങ്ങൾ സാക്ഷാത്കരിക്കണം. അതിന് നിങ്ങൾ സർവത്തെയും നശിപ്പിക്കണം. അതിന് സർവത്തെയും നിരോധിക്കണം. നിരോധിച്ചിട്ട് അവനെ സാക്ഷാത്കരിക്കണമെന്നെല്ലാം പറയും. പക്ഷെ അത് പരമാർത്ഥമല്ല. പരമാർത്ഥം ഇവിടെ പറഞ്ഞു. അത് സദാ തന്നെ തുര്യൻ എന്താണ്? സദാ നിർബീജനായിരിക്കുന്നു. തത്വ അഗ്രഹണ ലക്ഷണം ബീജം തത്ര എന്നാണ്. അത് നമുക്ക് പരിചയമുണ്ട്. എങ്ങനെ നമ്മൾ കരുതുന്നു അത് സുഷുപ്തിയിൽ താൻ തത്വത്തെ ബോധിക്കാതിരുന്നു, ജാഗ്രതത്തിൽ ബോധിക്കാതിരുന്നു, സ്വപ്നത്തിൽ ബോധിക്കാതിരുന്നു. ഇനി നമ്മൾ കരുതുന്നത് എന്താണ്? തുര്യൻ എന്ന് പറയുന്ന ഏതോ ഒരു അവസ്ഥയുണ്ട്, അവിടെ ചെന്നത് ബോധിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നതല്ല. സദാ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തെക്കുറിച്ച് പറയുകയാണ്. എല്ലായ്പ്പോഴും തുര്യൻ സർവവുമായിരിക്കുന്നു, സർവവും ആ തുര്യനായിരിക്കുന്നു. ആ തുര്യനിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. മോക്ഷത്തെക്കുറിച്ച് പറയുന്നതല്ല, ബന്ധനത്തെക്കുറിച്ച് പറയുന്നുമല്ല. രണ്ടിനും അതീതമായിരിക്കുന്ന തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് സദാ എന്ന് പറയുന്നത്. ഇതാണ് പരമാർത്ഥം. അഗ്രഹണമില്ലെങ്കിൽ തത് പ്രസൂതസ്യ അന്യഥാഗ്രഹണസ്യ അപ്യതയേവ അഭാവ. ഇവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നില്ല. തത്വ അഗ്രഹണത്തെ ഇവിടെ സ്വീകരിക്കുന്നില്ല. പരമാർത്ഥത്തെ തുര്യനില്ലാതെ നിൽക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അതില്ലെങ്കിൽ എന്താണ്? അന്യഥാഗ്രഹണസ്യ അതേവ അഭാവം. അന്യഥാഗ്രഹണം എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇല്ല. അന്യഥാഗ്രഹണത്തെ നമ്മൾ ആദ്യം സ്വീകരിക്കുന്നു. തുര്യനിൽ നിന്ന് അന്യമായി എന്തിനെങ്കിലും ഗ്രഹിക്കുന്നതിനാണ് അന്യഥാഗ്രഹണം എന്ന് പറയുന്നത്. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രപഞ്ചം ഇതൊന്നും അനുഭവപ്പെടുന്നതിനല്ല. ഇതെല്ലാം അന്യഥാഗ്രഹണം എന്ന് പറയും. ഇത് അനുഭവപ്പെട്ടതുകൊണ്ട് മാത്രം അന്യഥാഗ്രഹണം ആകത്തില്ല. സാമാന്യമായി പറയുമ്പോൾ ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒക്കെ ഇതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അന്യഥാഗ്രഹണം എന്ന് പറയും. പരമാർത്ഥത്തിൽ അതല്ല അന്യഥാഗ്രഹം. മറിച്ച് തുര്യനിൽ നിന്ന് അന്യമായി ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നതാണ്. തുര്യനിൽ നിന്ന് വേറിട്ട് ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഇത് അന്യഥാഗ്രഹണമാകും. തുര്യനിൽ നിന്ന് വേറിട്ട് ഇതിനെയൊക്കെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനെയൊക്കെ നിരോധിക്കണം. സമാധി ആവശ്യമായിട്ട് വരും. സർവദൃക്കായിരുന്നാലോ തുര്യനിൽ നിന്നും വേറിട്ട ഒന്നിനെ ഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ അന്യഥാഗ്രഹണമില്ല. പ്രപഞ്ച അനുഭവത്തിലും അന്യഥാഗ്രഹണമില്ല. പ്രപഞ്ചം നിലനിൽക്കുന്നതിന് പ്രപഞ്ചത്തിന്റെ അനുഭവം സഹജ സമാധിക്ക് തടസ്സമല്ല, നിരോധ സമാധിക്ക് തടസ്സമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സഹജ ഭാവം ഒരിക്കലും ലോകവ്യവഹാരത്തിന് തടസ്സമല്ല. അതാണ് തത്വജ്ഞാനികളുടെ നില. സഹജഭാവത്തെ വിടാതെ അവർ ലോകത്തിൽ വ്യവഹരിക്കുന്നു. അങ്ങനെ ഒന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും? ഈ ശാസ്ത്രമെല്ലാം ഒരു അസംബന്ധമായി, ഗുരുവിന്റെ ഉപദേശം അസംബന്ധമായി പോകും. ഗുരുശിഷ്യ പാരമ്പര്യം എന്ന് പറയുന്നതന്നെ ഇല്ലാതായിപ്പോകും. എന്തുകൊണ്ട്? നിരോധാവസ്ഥയിൽ ഗുരുവിന്റെ ശിഷ്യനും ആരാരും ഉപദേശിക്കും. നിരോധത്തെക്കുറിച്ച് ആരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട്? എപ്പോഴാണോ അവൻ നിരോധ സമാധിയിൽ നിന്ന് ഉണരുന്നത്, ഉണരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നഷ്ടപ്പെട്ടു എന്നാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ്.
നിരോധ സമാധിയിൽ നിന്ന് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ നിരോധം അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, സമാധി അവിടെ ഇല്ലാതായി. അതുവരെ അയാൾ ഏതൊരു തലത്തിലാണോ നിന്നത് ആ തലത്തിൽ നിന്ന് അയാൾ താഴോട്ടിറങ്ങി വരികയാണ്. അപ്പോൾ സമാധിയെക്കുറിച്ച് എന്ത് ഉപദേശിക്കാൻ? ഒന്നും ഉപദേശിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സമാധിയിൽ വ്യവഹാര ലോകം വന്നു കഴിഞ്ഞു, വ്യവഹാരത്തിൽ സമാധിയില്ല. ഇതാണ് അവിടുത്തെ പോരായ്മ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സമാധിയിൽ തന്നെ വ്യവഹാരം. സമാധിയിൽ വ്യവഹാരം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് തത്വത്തെ ബോധിപ്പിക്കാൻ പറ്റൂ. ഗുരുവിന് ശിഷ്യനെ ഇത് ബോധിപ്പിക്കാൻ പറ്റും. എന്തായാലും അജ്ഞനായിരുന്നുകൊണ്ട് ഗുരുവിന് ശിഷ്യനെ ഉപദേശിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശിഷ്യന് പ്രയോജനമില്ല. ഉപദേശിക്കുന്ന എപ്പോഴായിരിക്കും? ജ്ഞാനനിഷ്ഠനായിരുന്നുകൊണ്ട് തന്നെ. ആ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? നിരോധ സമാധിയല്ല, സഹജ സമാധിയാണ്. പിന്നെ ഒരാൾ നിരോധ സമാധി പ്രാപിച്ചു കഴിഞ്ഞാലോ അയാൾക്ക് നിരോധിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ഒരു പരിധിവരെ ശിഷ്യന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ തത്വബോധത്തെ പകരാൻ പറ്റത്തില്ല ഈ പറയും. എന്തുകൊണ്ട്? നിരോധത്തിൽ നിന്ന് അയാൾ ഉണർന്നു വന്നപ്പോൾ അയാൾ തത്വബോധമില്ല. ഇവിടെ അതല്ല. ഇവിടെ തത്വബോധത്തിലാണ് പറയുന്നത്, തത്വബോധത്തെക്കുറിച്ചാണ് പറയുന്നത്, തത്വബോധത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അതാണ് സർവദൃക് എന്ന് പറയുന്നത്. ആ തുര്യനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഈ പരമാർത്ഥ ബോധത്തിൽ, ആ ബോധത്തെയാണ് സമാധി എന്നിവിടെ പറയുന്നത്. അവിടെ ഒന്നിന്റെയും നിരോധം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? നിരോധിക്കാനൊന്നുമില്ല. നിരോധിക്കാൻ അജ്ഞാനമില്ല, നിരോധിക്കുന്നതിന് അജ്ഞാന കാര്യങ്ങളില്ല. തുര്യൻ, ഏകം. അവിടെ മാത്രമേ അദ്വൈതമുള്ളൂ. മറ്റുള്ളിടത്തെല്ലാം ദ്വൈതമാണ്. അദ്വൈതമാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സർവദൃക്കാണ്, സർവവും ആ ദൃക്ക് തന്നെ, ആ ദൃക്ക് സർവവുമായിരിക്കുന്നു. ഇത് ശ്രുതിയിൽ മറ്റ് ഭാഗങ്ങളിലും പറയുന്നതാണ്. സർവം ഖലു ഇദം ബ്രഹ്മ, സർവവും ആ ബ്രഹ്മം തന്നെ എന്ന് പറയും. ഈ സർവവും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവപ്രപഞ്ചവും ആ ബ്രഹ്മം തന്നെ. ശരി, ഇതിനെല്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സർവത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്? പിന്നെ അവിടെ ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ലല്ലോ. ഇതൊക്കെ നിലനിൽക്കുമ്പോഴേ പറയാൻ പറ്റൂ സർവവും ആ ബ്രഹ്മം തന്നെ എന്ന്. സമാധിയിൽ ഇത് പറയാൻ പറ്റത്തില്ല. ഉണർന്നിരുന്നുകൊണ്ടാണ് പറയുന്നത്. ഉണർന്നിരുന്നുകൊണ്ട് പറയണമെങ്കിൽ അവിടെ ആ ഉണർവിലും ഒരു സമാധി വേണം. ഉണർവിലെ സമാധി എന്ന് പറയുന്ന ഉണർവ് തന്നെ, അതിൽ നിന്ന് വേറിട്ടൊന്നുമല്ല. അത് സുഷുപ്തി പോലെയല്ല. സുഷുപ്തിയിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ സമാധിയിന് ഉപദേശിക്കാൻ കഴിയത്തില്ല. ചില ചോദിക്കും, പലരും നീണ്ടകാലം മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഒക്കെ സമാധിയിലിരിക്കുന്നതോ അതൊരു വലിയ കാര്യമില്ല. ആയിരക്കണക്കിന് വർഷം സമാധിയിരുന്നു എന്നാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ഓരോ ഋഷിമാർ അസാധ്യമാണെന്ന് പറയുന്നു. അതുകൊണ്ട് അയാൾ തത്വനിഷ്ഠനാകണമെന്നില്ല എന്നാണ്. അതൊക്കെ ശരീരബോധം നഷ്ടപ്പെടണോ, പ്രപഞ്ചബോധം നഷ്ടപ്പെടണമോ, അതിനുവേണ്ടി പരിശ്രമിച്ച് സമാധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറങ്ങിയാൽ മതി. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കുക. ഇത്രയും അനായാസമായി പ്രപഞ്ച നിരോധം നമുക്ക് സമ്പാദിക്കാമെന്നിരിക്കുക എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് സമാധി പോകുന്നു? സഹജമായി തന്നെ അന്തര്യാമി തന്നെ ഈ സമാധി നമുക്ക് അനുഭവപ്പെടുത്തി തരുമ്പോൾ എന്തിനാ ഇത്രയും പ്രയാസപ്പെട്ടു, ഇത്രയും വേർത്ത് സമാധി പോകുന്നു?
പക്ഷേ നിരോധവാസന ഉള്ള ഒരാളിന് നിരോധിച്ചേ പറ്റും, പോകാം, നല്ലത് തന്നെ. സമാധി മോശമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. തത്വബോധം അതല്ലെന്നാണ്. തത്വഗ്രഹണം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന സമാധിയല്ല, സഹജ സമാധിയാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാലും നമ്മൾ പലതും പ്രതീക്ഷിക്കും. സഹജ സമാധി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ആനന്ദം, വലിയൊരു സുഖം, ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണ്. എന്തുകൊണ്ട്? ആ പ്രതീക്ഷകൾ നിൽക്കുന്നിടത്തോളം കാലം സഹജ സമാധിയില്ല. തുര്യൻ മാത്രമേ പാടുള്ളൂ, മറ്റു രണ്ടാമതൊന്നോടെ പാടില്ല. പ്രതീക്ഷ രണ്ടാമത്തത് ആയാൽ പിന്നെ എങ്ങനെ സഹജ സമാധി കൈവരും? അത് സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ അഗ്രഹണവും അന്യഥാഗ്രഹണവും ഇല്ല. നമ്മുടെ സർവ്വസങ്കല്പങ്ങളും അന്യഥാഗ്രഹണമാണ്. ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും സാധനയെക്കുറിച്ചുമുള്ള സർവ്വസങ്കല്പങ്ങൾ അതേവ അഭാവ, അതൊന്നും അവിടെ ഇല്ല എന്നറിയാം. പിന്നെ ഈ ഉള്ളതോ, തത്വജ്ഞാനിക്ക് അനുഭവപ്പെടുന്നതോ, അതെല്ലാം അതുര്യൻ തന്നെ. അവിടെ പിടികിട്ടുന്നില്ലല്ലോ എന്ന് ചിലർ പറയും. നിങ്ങൾ പിടികിട്ടാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ആഗ്രഹം കളഞ്ഞാലേ പിടികിട്ടത്തുള്ളൂ. തത്വത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സംശയങ്ങൾ ഉണർത്തിവിടും. അത് തന്നെ തത്വബോധത്തിന് തടസ്സമായി. എന്നാലും അതെങ്ങനെ ശരിയാകുമെന്ന് വീണ്ടും ചിന്തിക്കും. അത് തന്നെ അവിടുത്തെ തടസ്സം. എന്തുകൊണ്ട്? സവിതരി സദാ പ്രകാശാത്മകേ തദ്വിരുദ്ധം അപ്രകാശനം അന്യഥാ പ്രകാശനം വാ സംഭവതി. ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു. തുര്യന സർവദൃക്കം എന്ന് പറഞ്ഞാൽ സർവവുമായിരിക്കുന്ന ദൃക്കാണ്. തന്നിൽ നിന്ന് അന്യമായി എന്തിനെങ്കിലും കാണുന്ന ദൃക്കല്ല. ഏതുപോലെ? സവിതാവിനെ പോലെ, സൂര്യനെ പോലെ. സൂര്യൻ സ്വയം പ്രകാശാത്മകനാണ്. സദാ പ്രകാശാത്മകയെ, അതിന് പ്രകാശമായിട്ടേ ഇരിക്കാൻ പറ്റും. സൂര്യൻ എപ്പോഴെങ്കിലും ഇരുട്ടായിട്ടിരിക്കാൻ പറ്റും, പ്രകാശിക്കാതിരിക്കാൻ പറ്റും. സൂര്യനിൽ നമ്മൾ പ്രകാശമല്ലാതെ മറ്റെന്തിനെങ്കിലും അന്വേഷിക്കാൻ പോയാൽ അതെങ്ങനെ സാധ്യമാകും? അതുപോലെയാണ് ഈ തുര്യൻ മോക്ഷത്തെ അന്വേഷിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് അസംഭവമാണ്. എന്തുകൊണ്ട്? സദാപ്രകാശാത്മകയെ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ജ്ഞാനത്തിനും അജ്ഞാനത്തിലും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലുമെല്ലാം അത് പ്രകാശാത്മകനാണ്. പ്രകാശസ്വരൂപത്തിൽ ഇരിക്കുകയാണ്. അതിലൊരിക്കലും ഇരുട്ട് കടന്നു വന്നിട്ടില്ല, ഒരിക്കലും അതിൽ നിന്ന് ഇരുട്ട് പോകത്തുമില്ല. പ്രകാശത്തിൽ നിന്ന് അന്യമായി രണ്ടാമതൊരു വസ്തുവില്ല. തദ്വിരുദ്ധം അപ്രകാശനം, അത് സംഭവിക്കത്തില്ല. പ്രകാശത്തിൽ അപ്രകാശനം സംഭവിക്കത്തില്ല. സൂര്യൻ ആകെ മൊത്തം അത് തന്നെയാണ്, പ്രകാശം തന്നെയാണ്. അന്യഥാ പ്രകാശനം, മറ്റൊന്നും സംഭവിക്കത്തില്ല. പ്രകാശത്തിന് മറ്റൊരു ഭാവം വരിക, പ്രകാശം അതിന്റെ സ്വരൂപത്തെ വിട്ടിന് മറ്റേതെങ്കിലും ഒരു ഭാവത്തെ പ്രാപിക്കുക. എന്തായാലും ഇരുട്ടാകത്തില്ല. ഇനി മറ്റെന്തെങ്കിലും ആകാമോ? അതിനെ വിട്ടിട്ട് മറ്റൊന്നും ആകാൻ കഴിയില്ല. അഗ്നി, അതിന്റെ ജ്വാലകളും അഗ്നി തന്നെ. അതിൽ നിന്ന് ചെതറിപ്പോകുന്ന തീപ്പൊരികളും എന്താണ്? അതും അഗ്നി തന്നെ. ഇതാണ് സംഭവിക്കുന്നത്. ആ തുര്യന്റെ പ്രകാശം, ആ തുര്യന്റെ പ്രകാശമാണ് ചിന്തകളായി
വികാരങ്ങളായി, വിചാരങ്ങളായി, സങ്കല്പങ്ങളായി, ആഗ്രഹങ്ങളായി, യത്നങ്ങളായി എല്ലാം നിലനിൽക്കുന്നത് തുര്യന്റെ തന്നെ പ്രകാശമാണ്. അഗ്നിയുടെ ജ്വാലകളെപ്പോലെ, അല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന തീപ്പൊരികളെപ്പോലെ അഗ്നിയുടെ സ്വരൂപത്തിൽ അഗ്നിയല്ലാതെ മറ്റൊന്നുമില്ല. അത് നമ്മൾ എന്തെല്ലാം ഭാവ വ്യത്യാസങ്ങളെ കണ്ടാലും ശരി, പലതരത്തിലുള്ള ജ്വാലകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ എല്ലാം അഗ്നി തന്നെയാണ്. അതുപോലെ തുര്യന്റെ സ്പന്ദനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. സർവവും എന്തായി തുര്യന്റെ സ്പന്ദനമായെങ്കിൽ സർവവും ആ തുര്യൻ തന്നെ. സർവവും ആ തുര്യനാണെങ്കിൽ സർവത്തെയും കാണുന്ന ഒരു തുര്യന്റെ ആവശ്യമില്ല. കാഴ്ചക്കാരനും കാഴ്ചയും അത് തന്നെ, കാണലും അത് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് സവിതാവിൽ സൂര്യനിൽ പ്രകാശമല്ലാതെ മറ്റെന്തിനെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇവിടെ ഈ തുര്യനിൽ, ആ തുര്യനിൽ നിന്നും ഭിന്നമായി എന്തിനെങ്കിലും കണ്ടെത്താൻ കഴിയും. ആ തുര്യനിൽ പല കാഴ്ചകളുമുണ്ട്, അത് ശരിയാണ്. പലതില്ലെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം കാണുന്നു എന്ന് ചോദിക്കും. ഇവിടെ പലതും കാണുന്നുണ്ട്, പക്ഷെ അത് തുര്യനിൽ നിന്ന് അന്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. തുര്യനിൽ നിന്ന് വേറിട്ടൊന്നും കാണാനില്ല. ഇതെല്ലാം തുര്യനിൽ സഹജമായിരിക്കുന്നതാണ്, തുര്യനിൽ നിജമായിരിക്കുന്നതാണ് എന്ന് ബോധിച്ചാൽ അത് തന്നെ സഹജ സമാധി. അതിന് നിരോധത്തിന്റെ ആവശ്യമില്ല. ഒരിക്കലും തുര്യന് തന്റെ നിലയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. നമ്മളെന്താണ് പറയുന്നത്? അജ്ഞാനത്തിൽപ്പെട്ടുപോയി മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഈ പ്രബലമായ ധാരണ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പരിശ്രമങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും തുര്യനിൽ സംഭവിക്കത്തില്ല. സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? തുര്യന്റെ പ്രകാശം നഷ്ടപ്പെടണം. നമ്മൾ പറയുന്നത് എന്താണ്? ആത്മബോധത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ്. ആത്മബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അതുകൊണ്ട് വീണ്ടും മുമ്പ് ഉദ്ധരിച്ച ശ്രുതി ഇവിടെ പറയുകയാണ്, നഹി ദ്രഷ്ടുഹു ദൃഷ്ടേഹേ വിപരിലോഭോ വിദ്യതേ വിശ്രുതേഹേ. ആ ദൃഷ്ടാവായിരിക്കുന്ന തുര്യന്റെ ദൃഷ്ടിക്ക് അതതിന്റെ സ്വരൂപം തന്നെയാണ്. അതിനൊരിക്കലും മാറ്റം സംഭവിച്ചിട്ടില്ല. ഇതാണ് ജ്ഞാനിയുടെ നില, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ നില. രണ്ടും ഒന്ന് തന്നെ. ഒരിക്കലും ഇവിടെ ദൃഷ്ടിക്ക് വിപരീലോകം വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു അജ്ഞാനം തന്നെ മൂടിയിട്ടില്ല. സൂര്യന് പറയാൻ കഴിയില്ലല്ലോ. സൂര്യൻ അങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കും. ഒരിക്കലും പറയാൻ കഴിയില്ല. എന്താണ്? എന്നിട്ട് ഇരുളുണ്ട്, ഞാൻ ആ ഇരുളിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം, ഞാൻ ഇരുളിൽ നിന്ന് സ്വതന്ത്രനാകണം, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഇതൊന്നും ഒരിക്കലും സൂര്യന് സങ്കല്പിക്കാനേ കഴിയും. സൂര്യൻ തന്നിൽ എന്തൊക്കെയാണോ ഉള്ളത്, സൂര്യൻ അതിനെ കാണാൻ കഴിഞ്ഞാൽ എങ്ങനെ കാണും? പ്രകാശമായിട്ട് തന്നെ കാണും. അഗ്നി അതിന്റെ ജ്വാലകളെയെല്ലാം അഗ്നിയായിട്ട് തന്നെ കാണും. തീപ്പൊരികളെയെല്ലാം അഗ്നിയായിട്ട് തന്നെ കാണും. അതാണ് അദ്വൈതം. രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ ദ്രഷ്ടാവിന്റെ തുര്യന്റെ ദൃഷ്ടിക്ക്, ആ ജ്ഞാനത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും മറയും സംഭവിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് സർവദൃക്കാണ്, സദാണ്. ഈ തത്വത്തെ ബോധിക്കാനാണ് പറയുന്നത്. ഇത് ശ്രുതേഹേ. ചില പറയും, പറയുന്നത് ഗ്രഹിക്കുന്നുണ്ട്, ഗ്രഹിച്ചിട്ടും ഇത് ഗ്രഹിക്കുന്നില്ല. എന്തോ ഒരു പോരായ്മ, ഒരു ന്യൂനത. അതിന് മറ്റൊന്നുമല്ല തടസ്സം. എന്തോ ചില പ്രതീക്ഷകൾ നമ്മൾ നിലനിർത്തുന്നു അവിടെ. വീണ്ടും
എന്തോ ചില തടസ്സങ്ങൾ നമ്മൾ സ്വയം വീണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അഥവാ അടുത്ത് വ്യാഖ്യാനിക്കുന്നു ഭാഷ്യകാർ. ജാഗ്രത സ്വപ്നയോഹോ സർവഭൂതാവസ്ഥ സർവവസ്തുദൃക് ആഭാസതുരീയ ഏവേദി സർവദൃക് സദാ. എന്നാൽ ഈ തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ജാഗ്രത സ്വപ്നയോഹോ, ജാഗ്രത സ്വപ്നവും വ്യക്തമാണല്ലോ. അവിടെ ഒരു ദ്രഷ്ടാവും ദൃശ്യവും ഉണ്ടല്ലോ, അതിൽ തർക്കമില്ല. എന്തുകൊണ്ട്? ഞാൻ പറയുന്നു, ഞാൻ തന്നെ സ്വപ്നം കണ്ടു, ഞാൻ തന്നെ താ ഉണർന്നിരിക്കുന്നു. ദ്രഷ്ടാവിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. സ്വപ്നം കാണുന്നവനെ കുറിച്ചും ഉണർന്നിരിക്കുന്നവനെ കുറിച്ചും ആർക്കും ഒരു സംശയമില്ല. ജാഗ്രത സ്വപ്നയോഹോ സർവഭൂതാവസ്ഥ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ. അങ്ങനെ മനസ്സിലാക്കുക. ഞാനായും നീയായും അന്യനായും ഒക്കെ ഇരിക്കുന്നു. അവനാണ് ആ തുര്യനെന്ന് മനസ്സിലാക്കുക. അത് കഴിയുമോ സർവവസ്തുദൃക് ആഭാസ, സർവവസ്തുക്കൾക്കും ദൃക്കായിരുന്ന് ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നവൻ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്തുകൊണ്ട് സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ തുര്യ ഏവേദി, അവനെ ആണ് തുര്യനെന്ന് മനസ്സിലാക്കുക. അത്രയെങ്കിലും മനസ്സിലാക്കും. മുമ്പ് പറഞ്ഞ സഹജഭാവത്തിൽ അല്ല ഒരുവൻ നിൽക്കുന്നതെങ്കിൽ കുറഞ്ഞപക്ഷം ആ സാക്ഷിഭാവത്തിലെങ്കിലും നിൽക്കുക. അവിടെ അദ്വൈതത്തിന്റെ പൂർണ്ണതയില്ല. എന്തുകൊണ്ട്? സാക്ഷിയും സാക്ഷ്യവുമുണ്ട്. സാക്ഷിയും സാക്ഷിക്ക് കാണേണ്ടതുമുണ്ട്. ദ്വൈതമുണ്ട്. എന്നാലും അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ സർവത്തിനും സാക്ഷിയായിരിക്കുന്നു, ഞാൻ സർവത്തിനും ദൃക്കായിരിക്കുന്നു, എന്നിൽ സർവദൃശ്യങ്ങളും നിൽക്കുന്നു, ഞാൻ സർവദൃശ്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തരത്തിലെല്ലാം ആ തുര്യനെ മനസ്സിലാക്കുക. സർവദൃക് സദാ, അവൻ തന്നെയാണ് ദ്രഷ്ടാവ്. അതിന് ശ്രുതിയെ വീണ്ടും പറയുന്നു. ന അന്യത് അതോ അസ്തി ദ്രഷ്ടു ഇത്യാദി ശ്രുതിയേക്ക്. ബൃഹദാരണ്യത്തിൽ ഗാർഗിയെ യാജ്ഞവൽക്കിന് ഉപദേശിക്കുന്ന ഭാഗത്ത് പറയുന്ന ന അന്യത് അതോ അസ്തി ദൃഷ്ടു ന അന്യത് അതോ അസ്തി മന്ദ ന അന്യത് അതോ അസ്തി വിജ്ഞാത, ഇങ്ങനെ പറയും. ഈ ദ്രഷ്ടാവിൽ നിന്ന്, ഈ ദ്രഷ്ടാവെന്ന് പറയുമ്പോൾ എന്താണ്? ഓരോരോ ജീവന്റെയും ഉള്ളിൽ ഒരു ദ്രഷ്ടാവുണ്ടല്ലോ, കാണുന്നവൻ. ജാഗ്രതത്തിലും സ്വപ്നത്തിലും കാണുന്നവൻ. അവിടെയാണ് സ്പഷ്ടം. ആ കാണുന്നവനിൽ നിന്ന് അന്യമായി വേറൊരു ദ്രഷ്ടാവിനെ അല്ല ഇവിടെ തുര്യനെന്ന് പറയുന്നു എന്നാ പറയുന്നു. നമ്മുടെ ധാരണയെ തിരുത്തുകയാണ്. മറ്റേതോ ഒരവസ്ഥയിൽ പോയി സാക്ഷാത്കരിക്കേണ്ട ഒരുത്തനാണ് തുര്യൻ. ഇവിടെ ഗാർഗിയോട് പറയുകയാണ് അതല്ല തുര്യൻ. തുര്യൻ എന്നുള്ള ശബ്ദമല്ല അവിടെ പറയുന്നു. ഏതസ്മിന്നു ഖലു ആകാശേ സർവം, ഈ ആകാശത്തിലാണ് സർവവും ഓതപ്രോതമായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞവിടെ ഉപദേശിക്കുന്നു ഗാർഗി. ആ ഭാഗത്തെക്കുറിച്ചുകൂടെ പറയുകയാണ്. ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിലും സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ടല്ലോ, ഓരോരുത്തരുടെ ഉള്ളിലും. അവൻ തന്നെയാണ് തുര്യൻ. കാണുന്നവൻ മാത്രമല്ല. മന്ദ, ഏതൊരുവനാണ് ചിന്തിക്കുന്നത്? കണ്ടതിനെയും കാണാത്തതിനെയും കേട്ടതിനെയും കേൾക്കാത്തതിനെയും എല്ലാം ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്ന ഒരുവനുണ്ടല്ലോ, അവൻ തന്നെയാണ് തുര്യൻ. പിന്നീട് പറയും വിജ്ഞാതാവായിരിക്കുന്നവൻ, സർവ്വ അനുഭവങ്ങളോടും കൂടി നിൽക്കുന്നവൻ എന്ന് പറയും അവസാനം.
കാരണം കാണുന്നവനാണ്, കേൾക്കുന്നവനാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ധരിച്ചു എന്താണ് ഈ ഞാൻ. ആ ഞാനെന്ന് പറയുന്ന ഉറച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തിലും മറ്റുമൊക്കെയാണ്. ഈ അഹന്തയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതല്ലാന്ന് പറയാൻ വേണ്ടി അവസാനം അവിടെ പറയുന്നതാണ് ആ വിജ്ഞാതാവ്. വിജ്ഞാതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവ്വ അനുഭവങ്ങളോടും കൂടി നിൽക്കുന്നവൻ, അവനാണ് തുര്യൻ. എന്താ അതിന്റെ വ്യത്യാസം? സർവ്വ അനുഭവങ്ങളോടും കൂടി നിൽക്കുന്നവൻ, എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്, കണ്ടും കേട്ടും ചിന്തിച്ചും എല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഈ അനുഭവങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, എന്നെ ഏതൊരനുഭവമാണോ നിലനിർത്തുന്നത്, അതാണ് തുര്യൻ. അതാണ് സർവ്വവിജ്ഞാനങ്ങളും. ഞാൻ എന്നുള്ള വിജ്ഞാനം ഉൾപ്പെടെയുള്ള എല്ലാ അറിവുകളും നിലനിൽക്കുന്ന ഇതാണ് തുര്യൻ എന്നവിടെ പറയുന്നു. അതിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. ആ രീതിയിലെങ്കിലും മനസ്സിലാക്കുക. അഹന്തയല്ല, അഹന്തയെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, അഹന്തയെ വെളിപ്പെടുത്തുന്നവൻ. അഹന്ത ആർക്കാണോ വെളിവായിരിക്കുന്നത് അവൻ, ആ തത്വം, അതാണ് പരമാർത്ഥം, അതാണ് തുര്യൻ. അവൻ തന്നെയാണ് ജാഗ്രതത്തിനും സ്വപ്നത്തിനും നിൽക്കുന്നത്, അന്യഥാഗ്രഹണത്തോടും അഗ്രഹണത്തോടും നിൽക്കുന്നത്. അവൻ തന്നെയാണ് സുഷുപ്തിയിൽ കേവലം അഗ്രഹണത്തിൽ നിൽക്കുന്നത്. അവനെ സാക്ഷാത്കരിക്കുന്നതിന് ഇനി മറ്റൊരവസ്ഥയുടെ ആവശ്യമില്ല. നാലാമതൊരവസ്ഥയിൽ പോകേണ്ട കാര്യമില്ല. ഇനി അനേക അവസ്ഥകളുണ്ടാകാം. തുരീയം, അതിന് നമുക്കൊരു അവസ്ഥയായി കൽപ്പിച്ചാൽ ഒന്നുകൂടെ കൽപ്പിക്കാം. എന്താണ്? തുരീയാതീതം. ഒന്നുകൂടി കൽപ്പിക്കാം, തുരീയാതീതാതീതം. അങ്ങനെയുള്ള കൽപ്പനകളെ കുറിച്ചൊക്കെ പറയുന്ന ശാസ്ത്രങ്ങൾ തന്നെയുണ്ട്. തുരീയത്തിനെ കുറിച്ച് തുര്യനൊരവസ്ഥ, അതിന് തുര്യ അതീതമൊന്നും, തുര്യ അതീതാതീതമൊന്നും, ഇങ്ങനെ. ആ കൽപ്പനകളെല്ലാം പൂർണ്ണമായും അസംബന്ധമല്ല. അങ്ങനെയുള്ള കൽപ്പനകൾക്കും അടിസ്ഥാനമുണ്ട്. എന്താണ്? ഈ മനഃപ്രപഞ്ചം എന്ന് പറയുന്ന അത്രയും വലുതാണ്. ഈ മനഃപ്രപഞ്ചത്തിൽ എന്ത് കൽപ്പനകളും നിൽക്കും. തുരീയ കൽപ്പനയും തുരീയ അതീത കൽപ്പനയും എല്ലാം നിൽക്കും. അത്ര വിപുലമാണ്. അതുകൊണ്ടാണ് മനസ്സിനെ തന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത്തരം ഭാവനകൾ, കൽപ്പനകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, അതിനല്ല ഇവിടെ മാണ്ഡവ്യം വെളിപ്പെടുത്തുന്നത്. അത് സർവ്വദൃക്കാണ്. ആ സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നതാണ്. അതിനൊന്നും അന്യമായിട്ടൊന്നുമില്ല. അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എങ്ങനെ? ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അപ്പുറത്തല്ല ഇവിടെ പറയുന്നത്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലുമായിട്ടാണ് അതിനെ പറയുന്നത്. എന്നാലേ അതിനെ സർവദൃക്കെന്ന് പറയാൻ പറ്റും. ജാഗ്രതത്തിനെ അവൻ ദർശിച്ചില്ലെങ്കിൽ എങ്ങനെ സർവദൃക്കെന്ന് വിളിക്കാൻ പറ്റും? സ്വപ്നത്തെയും സുഷുപ്തിയും ദർശിക്കാത്ത ഒരാളെങ്ങനെ സർവദൃക്കാവും? ജാഗ്രതയെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും ദർശിക്കുന്നുണ്ടെങ്കിൽ അവനിലാണ് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു തത്വത്തെയാണ് ഇവിടെ പറയുന്നത് സർവദൃക്ക്. അത് തന്നെയാണ് ശ്രുതിയും പല സന്ദർഭങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്യാദി ശ്രുതേഹേ. അതാണ് തുര്യം തത് സർവദൃക് സദാ. സദാ സർവദൃക്കായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. നാത്മാനം ന പരാംശ്ചൈവ ന സത്യം നാപി ചാനർത്ഥം പ്രാജ്ഞ കിഞ്ചന സംവേത്തി തുര്യം തത് സർവദൃക് സദാ ദ്വൈതസ്യാഗ്രഹണം തുല്യം ഭയോ പ്രാജ്ഞ തുര്യയോ ബീജനിദ്രായുധ പ്രാജ്ഞ സാജതുര്യേന വിദ്യത്തെ. വീണ്ടും ആ തുര്യനെ
വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ തുര്യനെ സംബന്ധിച്ചുള്ള നമ്മുടെ അബദ്ധധാരണകളെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ. ടോർച്ചടിച്ച് പ്രകാശിപ്പിക്കും പോലെ പ്രകാശിപ്പിക്കേണ്ട ഒരു വസ്തുവൊന്നുമല്ല. കാരണം അവിടെ അന്ധതയില്ല. പിന്നെ എന്താണ്? നമ്മൾ സ്വയം സൃഷ്ടിച്ച അന്ധതകളുണ്ട്. അതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. നിമിത്താന്തരപ്രാപ്ത ആശങ്ക നിവൃത്തിയർത്ഥമായ ശ്ലോകം. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. ആശങ്ക നിവൃത്തിയർത്ഥമാണ് ഈ ശ്ലോകം. നമ്മുടെ ആശങ്കകളെ നിവർത്തിപ്പിക്കും. നമ്മൾ തന്നെ പലതരത്തിലുള്ള ആശങ്കകളെ, സംശയങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്താ? നിമിത്താന്തരങ്ങൾ കൊണ്ട്, പല നിമിത്തങ്ങൾ കൊണ്ടും അതുണ്ടാകുന്നു. അതിന് നമ്മുടെ സംസ്കാരമായിരിക്കും കാരണം, നമ്മുടെ അറിവായിരിക്കാൻ കാരണം, നമ്മുടെ സാഹചര്യങ്ങളാകും കാരണം, നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങളും ഉണ്ടാകാം. എന്തായാലും ഇവിടെ ഈ വിവരണത്തിന്റെ പ്രയോജനം എന്താണ്? നമ്മുടെ ആശങ്കകളെ നിവർത്തിക്കുക. ശ്രുതി ആശങ്കകളെ നിവർത്തിപ്പിക്കുന്നു, നമ്മൾ ആശങ്കകളെ സൃഷ്ടിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും ഈ ശ്ലോകത്തെ പറയുകയാണ്. കഥം എങ്ങനെ ആശങ്കയെ നിവർത്തിപ്പിക്കുന്നു? ദ്വൈത അഗ്രഹണസ്യ തുല്യത്വ. കാരണബദ്ധത്വം പ്രാജ്ഞസൈവ ന തുരീയസ്യ ഇതി പ്രാപ്താശങ്ക നിവർത്തിയതേ. തുര്യനിൽ വീണ്ടും പറയണം, തുര്യനിൽ ഒരു തരത്തിലും കാരണബദ്ധത്വമില്ല. തുര്യനിൽ ഒരിക്കലും അജ്ഞാനമില്ല. തുര്യനെ ഒരിക്കലും അജ്ഞാനം ബന്ധിച്ചിട്ടില്ല. അതെല്ലാം സംഭവിച്ചിരിക്കുന്ന എവിടെ? പ്രാജ്ഞനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ പ്രാജ്ഞഭാവത്തിൽ ഉറങ്ങി പ്രാജ്ഞനിൽ നിന്ന് ഉണരുമ്പോഴാണ് പറയുന്നത്, ഞാൻ അജ്ഞനാണ്, ഞാൻ ബന്ധനസ്ഥനാണ്. ഇതൊന്നും തുര്യനല്ല. അവിടെ ബന്ധമോക്ഷങ്ങളില്ല. അതാണ് പരമാർത്ഥം. അതാണ് ശ്രോതാവിന്റെ സ്വരൂപം. അത് ബോധിപ്പിക്കുകയാണ്. അത് സഹജമാണ്. അതാണ് സമാധി. അതാണ് ബോധിപ്പിക്കുന്നത്. യസ്മാത് ബീജനിദ്രായുധ തത്വ അപ്രതിബോധോ നിദ്ര. ബീജനിദ്രയോടുകൂടിയവനാണ് പ്രാജ്ഞ. ബീജനിദ്ര എന്നതുകൊണ്ട് പറയുന്നു, അതിൽ നിന്ന് ഉണരുന്നുണ്ട്. ഉണരുന്നതിന് അത് ബീജമായിരിക്കുന്നു, കാരണമായിരിക്കുന്നു. നിദ്രായുധനായിരിക്കുന്നു, നിദ്രയോട് കൂടിയവനായിരിക്കുന്നു, നിദ്രയോട് ചേർന്നിരിക്കുന്നു. അതാണ് പ്രാജ്ഞന്റെ സവിശേഷത. അതെന്താണ്? തത്വ അപ്രതിബോധം. അവിടെയാണ്, തുര്യനല്ല, പ്രാജ്ഞനിലാണ്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. പറയും എന്താണ്? ഞാൻ മുക്തനാണ്, എന്നിൽ ബന്ധനമില്ല, എന്നാലും എന്നൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാലും വീണ്ടും ഞാൻ ബന്ധനം അനുഭവിക്കുന്നുണ്ടല്ലോ, അജ്ഞാനം അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാണ് വീണ്ടും സമാധാനം പറയുന്നത്. അതിന്റെ സമാധാനമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അത് ശരിയാണ്, നീ ബന്ധനത്തെ അനുഭവിക്കുന്നുണ്ട്, നീ അജ്ഞനായിരിക്കുന്നുണ്ട്. അതെവിടെ? പ്രാജ്ഞരൂപത്തിൽ, തുര്യരൂപത്തിലല്ല. ശ്രുതി ബോധിപ്പിക്കുന്ന ആരെക്കുറിച്ചാണ്? പ്രാജ്ഞനെ കുറിച്ചല്ല. പ്രാജ്ഞ നിനക്ക് പരിചയമുള്ള ആളാണ്, അതിന് വേദം പറയേണ്ട കാര്യമില്ല. എവിടെ ഇല്ലെന്ന് പറയുന്നു? തുര്യനിൽ, നിന്റെ വാസ്തവ സ്വരൂപത്തിൽ ഇതില്ലെന്ന് പറയുകയാണ്. നിന്റെ കൽപ്പനകളിൽ ഇതെല്ലാം ഉണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. നിന്റെ കൽപ്പനകളെ നിലനിർത്തുന്നിടത്തോളം കാലം ഇതെല്ലാം അവിടെ ഉണ്ട്, അതിനോട്ട് നിഷേധിച്ചിട്ട് കാര്യവുമില്ല. ഏതുപോലെ ഇത് ബോധ്യപ്പെട്ടതിന് ശേഷവും പറയുന്നു, ഞാൻ അജ്ഞനായിരിക്കുന്നു, എനിക്ക് മോക്ഷം വേണം. ഇത് നിലനിൽക്കുന്ന എവിടെ? നിന്റെ കൽപ്പനയിലാണ്.
നിന്റെ പ്രാജ്ഞ തേജസ് വിശ്വഭാവങ്ങളിലാണ്. അവിടെ അതില്ലെന്നല്ല ശ്രുതി പറയുന്നു. അവിടെ അതൊന്നും നിലനിൽക്കും. എവിടെയില്ലെന്ന് പറയുന്നു? പരമാർത്ഥത്തിൽ തുര്യനിൽ അതില്ല. യസ്മാത് ബീജനിദ്രായുധ തത്വ അപ്രതിബോധവും നിദ്ര. നിദ്രയുണ്ട്. നിദ്രയെന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കേണ്ട നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ഇവിടെ സ്പഷ്ടമായി പറയും, ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നിദ്രയിൽ തന്നെ. എന്താണ് ആ നിദ്ര? തത്വ അപ്രതിബോധം. ആ നിദ്രയിലാണ്. ആ നിദ്ര ഉറക്കത്തിൽ സ്പഷ്ടമാകുന്നു. എന്തുകൊണ്ട്? അവിടെ അന്യഥാഗ്രഹണമില്ല, നാനാത്വബോധമില്ല. അതുകൊണ്ടവിടെ സ്പഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കരുതുന്നത് എന്താണ്? നമ്മൾ ഉറക്കത്തിൽ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്ന് നമ്മൾ കരുതുന്നു. അത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ജാഗ്രത സ്വപ്നവും വിട്ട് ഉറക്കത്തിൽ മാത്രമല്ല ഉറങ്ങുന്നത്. നിങ്ങൾ ജാഗ്രതത്തിലേക്ക് വരുമ്പോഴും സ്വപ്നത്തിലേക്ക് വരുമ്പോഴും ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. ഉറങ്ങിത്തന്നെയാണ് സ്വപ്നം കാണുന്നത്, ഉറങ്ങിത്തന്നെയാണ് ഉണരുന്നത്. അതടുത്ത് വീണ്ടും പറയുന്നു, സൈവച വിശേഷ പ്രതിബോധ പ്രസവസ്യ ബീജം. ആ നിദ്ര, അതാണ് ഈ വിശേഷ പ്രതിബോധം ജാഗ്രത സ്വപ്നങ്ങൾക്ക് ബീജമായിരിക്കുന്നത്. നമ്മൾ വിത്തിനെയാണ് ബീജം എന്ന് പറയുന്നത്. വിത്തിൽ നിന്നാണ് അങ്കുരം ഉണ്ടാകുന്നത്. കിളിർത്ത് വരുന്ന വിത്തിൽ നിന്നാണ്. ആ കിളിർത്ത് വരുന്ന കിളിർപ്പിന് ഒരിക്കലും വിത്തിനെ വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല. വിത്തിനെ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ആ കിളിർപ്പില്ല, അങ്കുരമില്ല. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്? നമ്മൾ ഉണർന്നു. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കാരണം അവിടെ ആ ബീജമുണ്ട്. ഇവിടെ നമ്മൾ ജാഗ്രതത്തിൽ ശരിയായി ഉണരുകയാണെങ്കിൽ പിന്നെ അവിടെ ബീജമില്ല, അങ്കുരം. എങ്ങനെ വിത്തിനെ വിട്ടിട്ട് നിൽക്കും? അങ്കുരത്തിന് വിത്തിനോട് കൂടിയേ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ? നിങ്ങൾ ഉറങ്ങുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഉറക്കത്തിൽ ഉണരുന്നു, ഉറക്കം വിട്ടിട്ടുണരുന്നു. ഉറക്കം വിട്ടിട്ടുള്ള ഉണർവ്, അതാണ് തുര്യന്റെ സ്ഥിതി. അതിനാണ് സഹജ സമാധി എന്ന് പറയുന്നത്. ആ സഹജ സമാധിയിൽ എന്താണോ? ഉറക്കവും സ്വപ്നവും ഉണർവും എല്ലാം നിലനിൽക്കും. പക്ഷെ പരമാർത്ഥത്തിലുള്ള ഉറക്കം അവിടെ നഷ്ടപ്പെട്ടിരിക്കും. ഈ മൂന്നവസ്ഥയിലും തുടർന്ന് നിൽക്കുന്ന ഉറക്കം അവിടെ നഷ്ടപ്പെട്ടു. ഈ ഉണർവിൽ അങ്ങനെയല്ല, ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? വിശേഷ പ്രതിബോധ പ്രസവം. അതാണ് ജാഗ്രത സ്വപ്നം. അതിന്റെ ബീജം അതാണ് നിദ്ര. അതവിടെയുണ്ട്, ഇവിടെയുണ്ട്. സാ ബീജനിദ്ര. പക്ഷെ വ്യത്യാസം എന്താണ്? അതിന് ബീജനിദ്ര എന്ന് പറയുന്നു. കാരണം അവിടെ ഈ ഉണർവില്ല, ഇവിടെ ഉറക്കത്തിൽ. ഇവിടെ ഉണർവ് കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിനെ കേവലം നിദ്ര എന്ന് വിളിച്ചാൽ മതി. എന്നാലും അത് ബീജം തന്നെ. തയായുധ പ്രാജ്ഞ. ആ പ്രാജ്ഞൻ എന്ത് ചെയ്യുന്നു? ബീജനിദ്രയോടുകൂടിയിരിക്കുന്നു. സദാ ദൃഗ്സ്വഭാവത്വ തത്വ അപ്രതിബോധ ലക്ഷണ നിദ്ര തുര്യേന വിദ്യതേ. സദാ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ദൃക്സ്വഭാവത്വ, ദൃക്കായിരിക്കുന്നു തുര്യൻ. അവൻ സുഷുപ്തിയിലെ ഉറക്കത്തെ അറിയുന്നു, ജാഗ്രത സ്വപ്നങ്ങളിലെ ഉറക്കത്തെയും ഉണർവിനെയും അറിയുന്നു. അതുകൊണ്ട് സദാ ദൃക്സ്വഭാവത്വ തത്വ അപ്രതിബോധ ലക്ഷണ നിദ്ര. തത്വ അപ്രതിബോധം എന്ന് പറയുന്ന ആ നിദ്ര തുര്യേ ന വിദ്യതേ, തുര്യനില്ല. അതോ ന കാരണബദ്ധ തസ്മിൻ ഇത്യഭിപ്രായം. അതുകൊണ്ട് തുര്യൻ കാരണബദ്ധനല്ല, പ്രാജ്ഞൻ കാരണബദ്ധനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നിന്നിൽ അജ്ഞാനമില്ല, നീ ജ്ഞാനസ്വരൂപമാണ്, നീ ദൃക്കാണ് എന്നെല്ലാം നിന്നെ ബോധിപ്പിക്കുന്നത് എന്താണ്? അത് നിന്റെ അഹന്തയെ ബോധിപ്പിക്കുകയല്ല, നിന്റെ സുഷുപ്തി അവസ്ഥയെ ബോധിപ്പിക്കുകയല്ല, ജാഗ്രത സ്വപ്നങ്ങളെ ബോധിപ്പിക്കുകയല്ല. അതിനെല്ലാം ആധാരമായിരിക്കുന്ന തുര്യനെ ബോധിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ ഈ ഞാനെന്ന ഭാവത്തോടുകൂടി ഇരുന്നിട്ട് ഇതൊന്നും ബോധിക്കുന്നില്ല എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇത് പ്രാജ്ഞനെയും വിശ്വനെയും തേജസ്സിനെയും കുറിച്ച് പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രാജ്ഞ വിശ്വ തേജസ്സന്മാർക്കൊന്നും ഇത് ബോധ്യപ്പെടത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവനിൽ കാരണബന്ധനം അവനിൽ ഇല്ല. ദ്വൈതസ്യ അഗ്രഹണം തുല്യം ഉഭയോ പ്രാജ്ഞതുര്യയോ ബീജനിദ്രായുധ പ്രാജ്ഞ സാജതുര്യേന വിദ്യത്തെ സ്വപ്നനിദ്രായുധൗ ആദ്യൗ പ്രാജ്ഞസ്ത്വസ്വപ്നനിദ്രയാ ന നിദ്രാം നൈവ ച സ്വപ്നം തുര്യേ പശ്യന്തി നിശ്ചിതാഃ. സ്വപ്നോ അന്യഥാഗ്രഹണം സർപ്പൈവ രജ്വാം. സ്പഷ്ടമാണ്, അന്യഥാഗ്രഹണമാണ് സ്വപ്നം. ഇത് നമ്മൾ പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. സർപ്പത്തിൽ സർപ്പമല്ലാത്ത രജ്ജുവിനെ കാണുന്നു. തുര്യനിൽ നാനാ ദൃശ്യങ്ങളെ കാണുന്നതാണ് സ്വപ്നം. നിദ്ര ഉക്ത തത്വ അപ്രതിബോധ ലക്ഷണം തമൈതി. നിദ്രയും നമുക്കറിയാം, തത്വത്തെ ബോധിക്കുന്നില്ല, തമസ്സെന്ന് പറഞ്ഞു. ആ ബോധിക്കാതിരിക്കലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ധരിക്കരുത്. സൂര്യൻ, അതിനെ മൂടിയിരിക്കുന്ന ഒരു കാർമേഘം, അതുപോലെ ഒരു തുര്യൻ, അതിനെ മറച്ചിരിക്കുന്ന തമസ്സെന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെ രണ്ടിനെ അവിടെ കൽപ്പിക്കരുത്. അതാണ് നിദ്രയെന്നല്ല ഇവിടെ പറയുന്നത്. തത്വ അപ്രതിബോധം, തത്വബോധമില്ലാതിരിക്കൽ. അത് ഭാവമോ അഭാവമോ അല്ല, അനിർവചനീയമാണ്. തത്വത്തെ ബോധിക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റൂ. അതെന്താണ് നമുക്ക് പിടികിട്ടാത്തതുകൊണ്ടാണ് അതിന് തമസ് എന്ന് പറയുന്നത്. ഇരുട്ടിൽ നമുക്കൊന്നും പിടികിട്ടുന്നില്ല. താഭ്യാം സ്വപ്ന നിദ്രാഭ്യാം യുക്തോ വിശ്വ തൈജസു. ഈ വിശ്വനും തൈജസനും രണ്ടുപേരും എന്താണ്? സ്വപ്ന നിദ്രകളോട് കൂടിയതാണ്. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. നിദ്ര പ്രാജ്ഞന് മാത്രമല്ല, വിശ്വ തൈജസവും രണ്ടുപേർക്കുമുണ്ട്. വിശ്വനും തൈജസ്സിനും ഉണ്ടെന്ന്, സ്വപ്നമുണ്ട്, നിദ്രയുണ്ട്. ബീജം തുടരുകയാണ്, സ്വപ്നത്തിലേക്കും ജാഗ്രതത്തിലേക്കും തുടരുന്നു. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന എന്താണ്? ഉറങ്ങുന്നു, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. ഉണരുന്നു, ഉറക്കം നശിക്കുന്നു. അവിടെ എന്താണ് നമുക്ക് പറ്റിയിരിക്കുന്നത്? എന്താണ് ഉറക്കം, എന്താണ് ഉണർവെന്ന് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ അനുഭവത്തെ നമ്മൾ പറയുന്നു, അത് തെറ്റല്ല. പരമാർത്ഥം എന്താണ്? നമ്മൾ ഉണർന്നു, പക്ഷെ ഉറക്കം നമ്മൾ വിട്ടിട്ടില്ല. അതാണ് പറയുന്നത് സ്വപ്ന നിദ്രാഭ്യാം. സ്വപ്നവും നിദ്രയും രണ്ടുമുണ്ട് അവിടെ, വിശ്വനിലും തൈജസ്സിലും. വിശ്വന്റെ ഈ അനുഭവങ്ങളും ഒരു സ്വപ്നം തന്നെ. എന്തുകൊണ്ട് ഇതിനെ സ്വപ്നം എന്ന് എന്തുകൊണ്ട് പറയുന്നത്? ഇതും അന്യഥാഗ്രഹണമാണ്. സ്വപ്നവും അന്യഥാഗ്രഹണമാണ്. തൈജസ്സിന്റെ അനുഭവവും അന്യഥാഗ്രഹണമാണ്, വിശ്വന്റെ അനുഭവം അന്യഥാഗ്രഹണമാണ്. അന്യഥാഗ്രഹണം എന്നുള്ള നിലയ്ക്കാണ് ഇതിന് സ്വപ്നം എന്ന് പറയുന്നത്. അന്യഥാഗ്രഹണം എന്ന് പറഞ്ഞാൽ പലതായി കാണുന്നു, പലതും കാണുന്നു, പലതിനെയും കാണുന്നു. അതാണ് അന്യഥാഗ്രഹം. അത് തൗ കാര്യകാരണബദ്ധവും ഇത്യുക്തവും. അതുകൊണ്ടെന്താണ് ഈ കാര്യകാരണങ്ങൾ, തത്വാഗ്രഹണവും അന്യഥാഗ്രഹണവും ഇത് വിശ്വനിലും തൈജസ്സിനും ഉണ്ട്. പ്രാജ്ഞസ്തു സ്വപ്നവർജിത കേവലയായവ നിദ്രയാ യുത ഇത് കാരണബദ്ധ ഇത്യുക്തം. പ്രാജ്ഞനാണെങ്കിലോ സ്വപ്നത്തെ വിട്ടിട്ട് കേവലമായ നിദ്രയോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കാരണബദ്ധനെന്ന് പറഞ്ഞത്. വിശ്വതേജസ്സന്മാരിൽ കാരണവും കാര്യവുമുണ്ട്, ഉറപ്പുകൊണ്ട് ഉണർവുമുണ്ട്. ഉഭയം പശ്യന്തി തുരിയെ നിശ്ചിത ബ്രഹ്മവിത. തുര്യനിലാണെങ്കിലോ ഈ കാരണബന്ധനമില്ല, കാര്യബന്ധനവുമില്ല. ഉഭയം പശ്യന്തി തുരിയെ, തുര്യന് ഇത് രണ്ടും കാണുന്നില്ല. നിശ്ചിത ബ്രഹ്മവിധ, ബ്രഹ്മജ്ഞാനികൾ ഇത് കാണുന്നില്ല.
എന്താണ്? അന്യഥാഗ്രഹണമില്ല, അഗ്രഹണമില്ല അവിടെ. എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ഉറങ്ങുന്നില്ല, ഉണരുന്നില്ലെന്നല്ല അർത്ഥം. ബ്രഹ്മജ്ഞാനി ഉറങ്ങിയാലും അവിടെ അഗ്രഹണമില്ല, ഉണർന്നാൽ അവിടെ അന്യഥാഗ്രഹണവുമില്ല. അതാണ് സഹജ സമാധി എന്ന് പറയുന്നത്. അതിന് ഉറക്കവും ഉണർവുമായിട്ട്, അജ്ഞന്റെ ഉറക്കവും ഉണർവുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഈ പ്രാജ്ഞ, വിശ്വ, തൈജസ ഭാവങ്ങളിൽ വരുന്ന അഗ്രഹണ, അന്യഥാഗ്രഹണങ്ങൾ അവിടെ ഇല്ല. ഇവിടെ തുര്യനിൽ അത് നിൽക്കുന്നില്ല എന്നറിയുന്നവനാണ് ബ്രഹ്മജ്ഞാനി, ബ്രഹ്മവിത്ത്. വിരുദ്ധത്വം എന്തുകൊണ്ട്? വിരുദ്ധമായ കാര്യങ്ങളാണ്. കവിതരി ഇവ തമഹ, സൂര്യനിൽ തമസില്ല എന്ന് പറയുന്നതിന് യാതൊരു യുക്തിഭംഗവുമില്ല. തുര്യനിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളില്ല എന്ന് പറയുന്നതിൽ ഒരു യുക്തിഭംഗവുമില്ല. അപ്പോൾ തുര്യ തത്വത്തെ ബോധിച്ചവർ, തുര്യനെ സ്വസ്വരൂപമായി ദർശിച്ചവർ, അവരെന്താണ് മനസ്സിലാക്കുന്നത്? തുര്യനിൽ ഇതൊന്നുമില്ല എന്നാണ്. അല്ലാതെ വിശ്വൻ ഉണരുന്നില്ലെന്നോ, തൈജസൻ സ്വപ്നം കാണുന്നില്ലെന്നോ, പ്രാജ്ഞൻ ഉറങ്ങുന്നില്ലെന്നോ എന്നല്ല. അതെല്ലാം സംഭവിക്കാതിരിക്കാം. പക്ഷെ തുര്യനിൽ അതുമായിട്ട് ബന്ധമില്ല. അതോന കാര്യകാരണബദ്ധ ഇത്യുക്ത തുര്യ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? തുര്യൻ കാര്യകാരണ ബദ്ധനല്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതുകൊണ്ടിവിടെ തുര്യൻ ഉറങ്ങുന്നുണ്ടോ, ഉണരുന്നുണ്ടോ, ആത്മജ്ഞാനിക്ക് ഉറക്കമുണ്ടോ, ഉണർവുണ്ടോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം അസംബന്ധങ്ങളെന്നാണ് പറയുന്നത്. തുര്യൻ അതിനെ സംബന്ധിച്ച് ഇതെല്ലാം തുര്യന്റെ സ്വരൂപത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല. തുര്യനിൽ നിന്ന് ഭിന്നമല്ലാതെ എല്ലാം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കേണ്ടത് അതാണ്. മുമ്പ് പറഞ്ഞു എന്താണ്? ദേവശേഷ സ്വഭാവ, ദേവന്റെ സ്വഭാവമാണ്. സ്വഭാവം എങ്ങനെ അതിന് വേർപിരിഞ്ഞ് നിൽക്കും? വേർപിരിയാൻ പറ്റത്തില്ലല്ലോ. യേശ പ്രപഞ്ച എന്നാണ്. ഈ കാണുന്ന സർവ്വപ്രപഞ്ചവും ആ തുര്യന്റെ സ്വഭാവമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട്? ഉണർവുണ്ട്, ഉറക്കമുണ്ട്, എല്ലാം ഉണ്ട്, സ്വപ്നമുണ്ട്. ഇതെല്ലാം ആ തുര്യന്റെ സ്വഭാവമാണ്. സ്വഭാവം എന്ന് പറയുമ്പോൾ തുര്യനിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. അതാണ് സർവദൃക്ക് എന്ന് പറയുന്നത്. സർവവുമായ ദൃക്കായി തുര്യൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് അത്തരം ചോദ്യോത്തരങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. തുര്യന്റെ പാരമാർത്ഥമായ നില എന്തെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും കൊണ്ടും തുര്യൻ ബദ്ധനല്ല. ഇതിനെല്ലാം ആധാരമായി തുര്യൻ നിന്നാലും ഇതൊന്നും തുര്യനെ ബന്ധിക്കുന്നില്ല, തുര്യനെ ഇതൊന്നും ബാധിക്കുന്നില്ല. തുര്യനെ ആശ്രയിച്ചതെല്ലാം നിലനിൽക്കുന്നു എന്ന് വെച്ചാൽ തുര്യനിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രീതിയിൽ വിശദീകരിച്ചത്. സ്വപ്ന നിദ്രായുതവും ആദ്യവും ആജ്ഞസ്വപ്ന നിദ്രയാ നിദ്രാം നൈവച സ്വപ്നം തുര്യേ പശ്യന്തി നിശ്ചിതാഃ. ശാന്തി ശാന്തി ശാന്തി.